നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി 1ാം വർഷ ബികോം BBA വിദ്യാർത്ഥികൾക്ക് 2ാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാളം പാഠപുസ്തകമാണ് ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ എന്നത്. അതിൽ 2ാമത്തെ മൊഡ്യൂളിൽ ജീവചരിത്രം എന്നതിൽ പഠിക്കാനുള്ളതാണ് ആർ ശങ്കർ എന്ന ജീവചരിത്രം. KM കുമാരൻ എഴുതിയിരിക്കുന്നതാണ്. അതിലെ 5 അധ്യായങ്ങളാണ് പഠിക്കുന്നത്. അതിലെ ആദ്യത്തെ 2 അധ്യായങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇതിലെ 3ാമത്തെ അധ്യായമാണ്. ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 3ാമത്തെ അധ്യായത്തിന്റെ പേരാണ് ജാതി സങ്കടം എന്നത്. ജാതിയെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെയാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും എടുത്തു കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ നമ്മളുടെ കഥാനായകനായിട്ടുള്ള ആർ ശങ്കർ തിരുവനന്തപുരത്ത് പഠിക്കാൻ വേണ്ടി ചെല്ലുകയും ആ ഒരു കാലഘട്ടത്തിലും അതിനു മുമ്പും ഉണ്ടായിരുന്ന ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഈഴവ സമുദായം നേരിട്ടിരുന്ന ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. ഈ ആർ ശങ്കർ തിരുവനന്തപുരത്ത് പഠിക്കാൻ എത്തുമ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. നമുക്കറിയാം, വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30-നാണ് തുടങ്ങിയത്. ഏകദേശം 603 ദിവസം നീണ്ടു നിന്ന ഒരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ആ സത്യാഗ്രഹത്തിൽ ഒത്തിരിയേറെ പിന്തുണ ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജിയുടെ ഒക്കെ പിന്തുണ ഉണ്ടായിരുന്നു ഈ വൈക്കം സത്യാഗ്രഹത്തിന്. അവരൊക്കെ സത്യാഗ്രഹം നടക്കുന്ന സ്ഥലമൊക്കെ സന്ദർശിക്കുകയും ചെയ്തു. വൈക്കം ക്ഷേത്രത്തിന് മുമ്പിൽ കൂടിയുള്ള ആ നടക്കുന്ന വഴിയുമായിട്ട് ബന്ധപ്പെട്ട സമരമൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു കഴിഞ്ഞ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ആർ ശങ്കർ തിരുവനന്തപുരത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്. തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ വേണ്ടി ചെല്ലുന്നത്. അവിടെ ഈ സത്യാഗ്രഹം നടക്കുന്നത് വൈക്കത്താണെങ്കിലും ആ ചരിത്ര സംഭവത്തെ സംബന്ധിച്ചിടത്തോളം വൈക്കത്തെക്കാളും ഒട്ടും കുറയാത്ത പ്രാധാന്യം തിരുവനന്തപുരത്തിന് ഉണ്ടായിരുന്നു എന്ന് ഇവിടെ ഈ പാഠഭാഗത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്ന് പറയുന്നത് വൈക്കം എന്നത് കോട്ടയം ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ സത്യാഗ്രഹം നടക്കുമ്പോഴും അതിന്റെ അലയൊലികൾ ശക്തമായിട്ട് തന്നെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. കാരണം തിരുവനന്തപുരം എന്ന് പറയുന്നത് സർക്കാരിന്റെ ആസ്ഥാനം ആണ്. അതുപോലെ തന്നെ അത് ഈ തിരുവിതാംകൂറിൽ എവിടെ എന്ത് സംഭവം ഉണ്ടായാലും അതിന്റെ പ്രതിഫലനം ഈ തിരുവനന്തപുരത്ത് ഉണ്ടാവുക സ്വാഭാവികമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആർ ശങ്കർ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും വൈക്കം സത്യാഗ്രഹം, കോട്ടയത്ത് വൈക്കത്ത് നടക്കുന്ന വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചുള്ള അലയൊലികൾ അദ്ദേഹത്തിന് അവിടെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ കഥാനായകനായിട്ടുള്ള ആർ ശങ്കർ അദ്ദേഹത്തിന്റെ പഠനത്തെക്കുറിച്ച് നമ്മൾ മുൻ അധ്യായത്തിൽ കണ്ടിരുന്നു. അദ്ദേഹം പഠിത്തത്തിൽ നല്ല ഏകാഗ്രതയോടുകൂടെ കഴിയുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതായത് പഠന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം ഒരു പുസ്തകപ്പുഴുവോ അല്ലെങ്കിൽ തന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അത് അവഗണിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു വ്യക്തി ഒന്നും ആയിരുന്നില്ല. തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാനും അതുപോലെ തന്നെ തനിക്ക് കിട്ടിയ അവസരം അല്പം പോലും പാഴാക്കാതെ അത് വേണ്ട വിധത്തിലൊക്കെ ഉപയോഗിക്കാനും കൂടെ ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആർ ശങ്കർ. ഇനി ആർ ശങ്കറിന്റെ ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പരീക്ഷ എഴുതിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ നേടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കാം എന്നുള്ള ചിന്തയായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ സഹപാഠികളിൽ പലർക്കും ആ ചിന്തയായിരുന്നു. പക്ഷെ ശങ്കറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വെറുതെ പഠിച്ച് എന്തെങ്കിലും ജോലി നേടുക എന്നത് മാത്രമായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് സമൂഹത്തിന് എന്തെങ്കിലും നമുക്ക് കൊടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യവും കൂടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇനി ഈ അദ്ദേഹത്തിന്റെ നാടിന്റെയും അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെയൊക്കെ ചരിത്രത്തിന്റെ ഒരു പുതിയ ഒരു യുഗം ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ആർ ശങ്കർ ജനിക്കുന്നത് തന്നെ. അതായത് അദ്ദേഹത്തിന്റെ സമുദായം എന്ന് പറയുന്നത് ഈഴവ സമുദായമാണ്. അദ്ദേഹം ജനിക്കുന്ന സമയത്താണ് SNDP യോഗത്തിന്റെ അതിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ജനറൽ സെക്രട്ടറിയും അതിന്റെ അനിഷേധ്യനായിട്ടുള്ള നേതാവുമായി തീർന്ന ഈ ശങ്കർ ജനിക്കുമ്പോൾ ഈ SNDP യോഗത്തിന് 6 വയസ്സ് പ്രായം, എന്ന് വെച്ചാൽ 6 വർഷം ആയിട്ടുള്ള SNDP യോഗം ആരംഭിച്ചിട്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ സമുദായത്തിൽ, ഈഴവ സമുദായത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നൊരു കാലഘട്ടത്തിലാണ് ഈ ആർ ശങ്കർ ജനിക്കുന്നത്. അതായത് ഈ SNDP യോഗം സ്ഥാപിച്ച് 6 വർഷം കഴിഞ്ഞ സമയത്താണ് അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. ഇനി തുടർന്ന് ഇവിടെ പറയുന്നത്, അതായത് ആർ ശങ്കറിന്റെ ജീവിതകഥയെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് അദ്ദേഹം അംഗമായിരുന്ന ആ ജാതിയെക്കുറിച്ചും അതിലുണ്ടായിരുന്ന SNDP എന്ന പ്രസ്ഥാനത്തിന്റെ സവിശേഷതയെക്കുറിച്ചും അതിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ സാമാന്യമായിട്ടുള്ള ഒരു അറിവ് കൂടെ ഈ അദ്ദേഹത്തിൽ നൽകുന്നുണ്ട്. ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠയിലൂടെയാണ് ഇങ്ങനൊരു പ്രസ്ഥാനത്തിന്, ഈഴവ സമുദായത്തിന് വേണ്ടി ഒരു SNDP യോഗം എന്നൊരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തത്. ഇനി ഈ ഈഴവ
ശിവനെ പ്രതിഷ്ഠിച്ചത്. അതായത് അരുവിപ്പുറത്തുള്ള ഈഴവ ശിവപ്രതിഷ്ഠ 20-ാം നൂറ്റാണ്ട് പിറക്കുന്നതിന് മുമ്പ് ഒരു വ്യാഴവട്ടം ശേഷിക്കുമ്പോഴാണ് ആ മഹാസംഭവം നടക്കുന്നത്. അതായത് ഈ ശ്രീനാരായണ ഗുരു ഒരു അധകൃതനായിരുന്നു, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു, അയിത്ത ജാതിക്കാരനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഈഴവ ശിവനെ അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചത് ഒത്തിരിയേറെ ശ്രദ്ധ നേടിയിരുന്നത്. കാരണം ഈ ജാതിയിൽ ഉയർന്നു നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള, പ്രത്യേകിച്ചും ബ്രാഹ്മണർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുമായിരുന്നുള്ളൂ. പക്ഷെ അവിടെയാണ് ഈഴവനായിട്ടുള്ള ശ്രീനാരായണ ഗുരു ഒരു കർമ്മിയുടെ റോൾ എടുത്തുകൊണ്ട് അവിടെ ശിവനെ പ്രതിഷ്ഠിച്ചത്. അത് ഒരു ജാതി വ്യവസ്ഥയും സാമൂഹിക നിയമങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു ചെയ്ത അതിസാഹസികമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് ഇവിടെ എഴുത്തുകാരൻ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മളുടെ ഈ ഇന്ത്യ മുഴുവനും അതുപോലെ കേരളം മുഴുവനൊക്കെ ജാതി വ്യവസ്ഥ എന്ന് അവിടെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം, അതിശക്തമായിട്ട് നിലനിന്നിരുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. ജാതി വ്യവസ്ഥ ഇന്ത്യ മുഴുവന്റെ ഒരു ശാപമായിട്ട് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ കേരളത്തിലെ പോലെ മറ്റൊരിടത്തും ഇത്ര ഭീകരമായിട്ട് സ്വഭാവത്തിൽ ഈ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നില്ല എന്ന് ഈ ഗ്രന്ഥകാരൻ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ 1897 മദ്രാസിൽ വെച്ച് ചെയ്ത പ്രസംഗത്തിന്റെ ഒരു ഭാഗം കൂടെ ഇവിടെ ഗ്രന്ഥകാരൻ ചേർക്കുന്നുണ്ട്. അതായത് കേരളം ഇത്രമാത്രം ജാതീയമായിട്ടുള്ള വെറി പോണ്ടൊരു സ്ഥലമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുകയാണ്, വിവേകാനന്ദന്റെ ചില വാക്കുകൾ സൂചിപ്പിക്കുകയാണ്. വിവേകാനന്ദൻ പറഞ്ഞ ഇപ്രകാരമാണ്: കേരളത്തിൽ ഞാൻ കണ്ടതിനേക്കാൾ വിഡിത്തം ഇതിനു മുമ്പ് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സവർണർ നടക്കുന്ന വഴിയിൽ കൂടെ പാവപ്പെട്ട പറയൻ നടന്നുകൂടാ. പക്ഷേ മിശ്രമായ ഒരു ഇംഗ്ലീഷ് നാമം അല്ലെങ്കിൽ ഒരു മുഹമ്മദീയ നാമം സ്വീകരിച്ചാൽ മതി, എല്ലാം ഭദ്രമായി. ഈ കേരളീയരെല്ലാം ഭ്രാന്തന്മാരാണ്, അവരുടെ വീടുകളെല്ലാം ഭ്രാന്താലയമാണ്. അതായത് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചതിനെ കുറിച്ചാണ് ഇവിടെ ഗ്രന്ഥകാരൻ പരാമർശിക്കുന്നത്. ഇവിടുത്തെ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ നിലനിന്നുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തെ വെറും ഒരു ഭ്രാന്താലയമായിട്ട് തന്നെയാണ് അദ്ദേഹം കരുതുകയും ചെയ്തിരുന്നത്. നമ്മുടെ ഈ കേരളത്തിലും അതുപോലെ തന്നെ ഭാരതം മുഴുവനും പല നൂറ്റാണ്ടായിട്ട് നിലനിന്നിരുന്ന ഒരു മോശം പ്രതിഭാസമാണ് ഈ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ അയിത്തം എന്നുള്ളത്. നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന ഒരു മോശം പ്രവണത തന്നെയാണ്. ഇനി ആ ഒരു പ്രവണത ഇന്നും അസ്തമിച്ചിട്ടില്ല എന്നും കൂടെ ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. അതായത് മനുഷ്യരെക്കാൾ കൂടുതൽ മഹത്വവും ദിവ്യത്വവും ഈ പശുവിനും കുരങ്ങിനൊക്കെ കൽപ്പിക്കുകയും അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ജാതിഭ്രാന്തും മതഭ്രാന്തും ഒക്കെ തുള്ളുന്നത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ഈ ഗ്രന്ഥകാരൻ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്യാണ്. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ കാണുന്ന ഈ ജാതി വ്യവസ്ഥയുടെ പൂർവ്വരൂപത്തെക്കുറിച്ചും കൂടി ഇവിടെ പറയുന്നത്. അതിന്റെ പൂർവ്വരൂപം എന്ന് പറയുന്നത് ചാതുർവർണ്ണയമാണ്. ചാതുർവർണ്ണയം എന്ന് വെച്ചാൽ നമുക്കറിയാം, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇങ്ങനെ 4 തരത്തില് 4 വർണ്ണങ്ങളായിട്ട് മനുഷ്യരെ വേർതിരിക്കുന്നു. ഇതിൽ ബ്രാഹ്മണ, ക്ഷത്രിയർ, വൈശ്യജാതികള് ഭരണകർത്താക്കളും ശൂദ്രരായിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെ ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സേവനം ചെയ്യുന്ന ആളുകളുമായിട്ടാണ് കരുതിയിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വർണ്ണ വ്യവസ്ഥയാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും നമ്മൾ കാണുന്ന ജാതി വ്യവസ്ഥയുടെ ഒരു പൂർവ്വരൂപമായിട്ട് ഇവിടെ ഈ ഗ്രന്ഥകാരൻ എടുത്ത് കാണിക്കുകയും ചെയ്തത്. ഇനി നമ്മുടെ ഭാരതത്തിലെ ബുദ്ധ ഭഗവാന്റെ ആവിർഭാവം ഈ വിഷമസന്ധിയിൽ ഇങ്ങനെ ഒരു ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിലായിരുന്നു. അദ്ദേഹം ഈ ചാതുർവർണ്ണയത്തെ, അതായത് 4 തരത്തിൽ ആളുകൾ തിരിക്കുന്നതിന് മാത്രമല്ല വേദമഹാത്മ്യത്തെയും വൈദിക മേധാവിത്വം, അതായത് ബ്രാഹ്മണ മേധാവിത്വത്തെയൊക്കെ അദ്ദേഹം നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്തു. ബുദ്ധ ഭഗവാൻ എതിർക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് തിരോധാനം ചെയ്തതിന്റെ കാരണങ്ങളെ പറ്റി ചരിത്രകാരന്മാര് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിന് ഒരു കൂട്ടർ ഈ ബുദ്ധമതം ഇവിടെ നിന്ന് ഇല്ലാതായതിന്റെ കാരണമായിട്ട് പറയുന്നത് ആഭ്യന്തരമായിട്ടുള്ള ജീർണത കൊണ്ടാണ് ബുദ്ധമതം ഇവിടെ നിന്ന് നിഷ്കാസിതമായെന്ന് പറയുന്നു. വേറൊരു കൂട്ടർ പറയുന്നു ക്രൂരവും സംഘടിതവുമായ മതപീഡനം കൊണ്ടാണ് ബുദ്ധമതം ഇവിടെ നിന്ന് നാട് കടത്തപ്പെട്ടതെന്നും പറയുന്നു. അപ്പൊ ബുദ്ധമതം ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയുള്ള ജാതി വ്യവസ്ഥയെ അവർ എതിർത്തു. അതുപോലെ തന്നെ വൈദിക മേധാവിത്വത്തെ, അതായത് പുരോഹിത മേധാവിത്വമുണ്ട്. ഹിന്ദുമതത്തിലുള്ള പുരോഹിതന്മാർക്കും ബ്രാഹ്മണന്മാർക്കും ഒക്കെ അമിത പ്രാധാന്യം കൊടുത്തുള്ള മേധാവിത്വമുണ്ട്. അതിനെയൊക്കെ ബുദ്ധമതം നിശിതമായിട്ട് എതിർക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം, അതായത് ഈ ബുദ്ധമതത്തിന്റെയൊക്കെ തിരോധാനത്തിന് ശേഷം ഉണ്ടായ ചാതുർവർണ്ണയം, നമ്മൾ നേരത്തെ പറഞ്ഞ 4 തരം രീതിയിൽ ആളുകളെ തിരിക്കുന്നത്. ഈ ചാതുർവർണ്ണയം ഇതിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ആണ് ഇന്ന് നമ്മൾ കാണുന്ന ജാതി സമ്പ്രദായത്തിന് വഴിയൊരുക്കിയത്. ഇന്ന് പല ജാതികളുണ്ട്. അങ്ങനെ ജാതി വ്യവസ്ഥ ഇവിടെ വരുന്നതിന്റെ പ്രാരംഭ രൂപമാണ് ഈ ചാതുർവർണ്ണയം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ 4 വർണ്ണങ്ങളുടെ സ്ഥാനത്ത്, ചാതുർവർണ്ണയത്തിന്റെ സ്ഥാനത്ത് അനേകം ജാതികളുണ്ടായി. ഓരോ ജാതിയും വീണ്ടും പല അതിൻ്റെ ഉള്ളിൽ തന്നെ വലുതും ചെറുതുമെന്ന് വേർതിരിവുണ്ടായി. അങ്ങനെ ഓരോന്നും അതതിൻ്റെതായ രീതിയിലും ഇവിടെ മുന്നോട്ട് പോകാനും തുടങ്ങിയ ഒരു കാലഘട്ടത്തെക്കുറിച്ചും കൂടെ ഇവിടെ എഴുതി വെക്കുന്നു. ഈ ജാതി വ്യവസ്ഥ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്.
ഇത് ഇങ്ങനെ തകരാതെ നിലനിർത്തുന്നതിൽ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ വലിയ പിന്തുണയുണ്ട്. കാരണം നമുക്കറിയാം, മതത്തിന് ഒരു അധികാരം സ്ഥാപിക്കണമെങ്കിൽ അവിടെ മനുഷ്യരിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകണം. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ അടിച്ചമർത്തിക്കൊണ്ട് ഭരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതേപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള അധികാരത്തിനും ഇത് ആവശ്യമാണ്. കാരണം രാഷ്ട്രീയക്കാർക്ക് അധികാരം പ്രയോഗിക്കണമെങ്കിൽ അവർക്ക് കീഴിൽ അവരെ അനുസരിക്കുന്ന അടിയാന്മാരായിട്ട് നിൽക്കുന്ന ആളുകൾ വേണം. അപ്പൊ ജാതി വ്യവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ താഴേക്കിടയിലുള്ള ആളുകളെ അടിച്ചമർത്തിക്കൊണ്ട് അടിമകളാക്കി നിലനിർത്തിക്കൊണ്ട് അവർക്ക് രാജ്യഭരണം കൂടി നിർവഹിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ജാതി വ്യവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതിൽ മതമേധാവിത്വത്തിനും രാഷ്ട്രീയ മേധാവിത്വത്തിനും വലിയ പങ്ക് ഉണ്ട് എന്നും കൂടെ ഇവിടെ ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മതമേധാവിത്വത്തോടും രാഷ്ട്രീയ മേധാവിത്വത്തോടും ഒപ്പം തന്നെ ഇവിടെ ഈ ചാതുർവർണ്ണ വ്യവസ്ഥ, ഈ വർണ്ണ വ്യവസ്ഥയൊക്കെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് പാടുപെട്ട മറ്റൊരു പ്രതിഭാശാലിയായിട്ടുള്ള മനുഷ്യനുണ്ട്. അത് ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യരെ നമ്മൾ ബഹുമാനപൂർവ്വം കാണുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയാണ്, അദ്ദേഹം ഇവിടെ ചാതുർവർണ്ണത്തിന് വേണ്ടി അത് സാധൂകരിക്കാൻ വേണ്ടി, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പാടുപെട്ട ഒരു വ്യക്തിയാണെന്നും കൂടെ ഇവിടെ ജീവചരിത്രകാരൻ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ശങ്കരാചാര്യര് നമ്മുടെ ലോകത്തിൽ തന്നെ എണ്ണപ്പെട്ട ഒരു തത്വചിന്തകൻ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. തന്നെ വലിയൊരു തത്വചിന്തകനാണ്. പക്ഷേ ശൂദ്രന് ഈ ലോകത്തിലും മറ്റൊരു ലോകത്തിലും രക്ഷയില്ലെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശങ്കരാചാര്യര് പ്രമാണമായിട്ട് സ്വീകരിച്ചത് മനുസ്മൃതി എന്ന ധർമ്മശാസ്ത്രമാണെന്ന കാര്യം ഇവിടെയുള്ള ആരും ഓർക്കുന്നില്ല എന്നും കൂടെ ഈ ജീവചരിത്രകാരൻ സൂചിപ്പിക്കുകയാണ്. അതായത് ശൂദ്രന് ഇവിടെ രക്ഷയില്ല, പരലോകത്തിന് രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാതി വ്യവസ്ഥയെ അദ്ദേഹം കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അതായത് ഈ വർണ്ണവ്യവസ്ഥയെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത് തന്നെ. ഇങ്ങനെ ശങ്കരാചാര്യരെ പോലുള്ള ധർമ്മശാസ്ത്രകാരന്മാരൊക്കെ പറഞ്ഞത് ശ്രുതികളെയും സ്മൃതികളെയും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊള്ളണമെന്ന് അവര് അനുശാസിക്കുകയും ചെയ്തു. അതായത് ശ്രുതിയും സ്മൃതിയും ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞു. ഈ ശ്രുതി സ്മൃതി എന്താണെന്നും കൂടെ നമ്മൾ അറിയണം. ശ്രുതി എന്ന് പറയുന്നത് കേട്ടത്, അതായത് ദൈവം തന്നെ വെളിപ്പെടുത്തിയതാണ്, അത് ചോദ്യം ചെയ്യപ്പെടരുത് എന്നും കൂടെ ഉണ്ട് ശ്രുതിയെ കുറിച്ച് പറയുന്നത്. അത് ശ്രുതിയിൽ ഉൾക്കൊള്ളുന്നത് 4 തരം വേദങ്ങളാണ്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറയുന്നത്. സ്മൃതി എന്ന് പറയുന്നത് ഓർമ്മിക്കപ്പെടുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് വേദസാഹിത്യത്തിലെ മറ്റൊരു വിഭാഗമാണത്. ശ്രുതിയേക്കാളും അല്പം കൂടെ ആധികാരികത കുറവാണ് സ്മൃതിക്ക്. അതായത് സ്മൃതി എന്ന് പറയുന്നത് ഇത് ഈ ഓർമ്മിക്കപ്പെടുന്നത്, ശ്രുതിയിൽ കേട്ടത് ഓർമ്മിക്കപ്പെടുന്നതാണ് സ്മൃതി എന്ന് പറയുന്നത്. ഈ സ്മൃതിയെ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. വേദാംഗങ്ങൾ തിരിക്കുന്നുണ്ട്, പിന്നെ ഉപവേദങ്ങൾ തിരിക്കുന്നുണ്ട്, പിന്നെ ഉപാംഗങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ശ്രുതി എന്ന് പറയുന്നത് ദൈവികമായിട്ട് ഉത്ഭവിച്ചതാണ്, അതിന് രചയിതാവില്ല. പക്ഷെ സ്മൃതി എന്ന് പറയുന്നത് മനുഷ്യബുദ്ധിയിൽ ഉത്ഭവിച്ചതാണ്, അതിന് രചയിതാവുണ്ട്. ഇങ്ങനെ ഈ ശ്രുതികളെയും സ്മൃതികളെയും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്ത് കൊള്ളണമെന്ന് ഇവിടെയുള്ള ധർമ്മശാസ്ത്രകാരന്മാര് ജനങ്ങളോട് അനുശാസിക്കുകയും ചെയ്തതായിട്ട് ഇവിടെ ജീവചരിത്രകാരൻ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ ഈ ശ്രുതി സ്മൃതികളെയൊക്കെ ചോദ്യം ചെയ്യുന്ന പാപം മാത്രമല്ല, അങ്ങനെ ചോദ്യം ചെയ്താൽ അവർക്ക് കഠിന ശിക്ഷ കൂടി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശ്രുതി സ്മൃതികളെ ഒക്കെ ചോദ്യം ചെയ്യാനോ അതിനെ ഭേദിച്ച് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒക്കെ ഇവിടെ ആരും ധൈര്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ജാതി വ്യവസ്ഥയുടെ അടിമത്തത്തിൽ ആണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ കഴിഞ്ഞു കൂടിയത് എന്നും കൂടെ പറയുന്നു. ഇതിനെയൊക്കെ സാധൂകരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിയാണ് ശങ്കരാചാര്യര്. ഈ ചാതുർവർണ്ണത്തെയും ജാതി വ്യവസ്ഥയും ഫലപ്രദമായും സംഘടിതമായും ആദ്യം എതിർത്ത ഒരു വ്യക്തിയുണ്ട്, അത് ശ്രീനാരായണ ഗുരുവായിരുന്നു. ശങ്കരാചാര്യര് പോലും ജാതി വ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയൊക്കെ അനുകൂലിച്ചു വന്നപ്പം ഇതിനെ ആദ്യമായിട്ട് എതിർത്ത്, ചാതുർവർണ്ണത്തെയും ജാതി വ്യവസ്ഥയൊക്കെ ശക്തമായിട്ട് ആദ്യമായിട്ട് എതിർത്ത വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ജാതി ഒരു മഹത്തായ സ്ഥാപനമായിരുന്നു എന്നും അതുകൊണ്ട് ഇന്ത്യക്ക് വമ്പിച്ച നേട്ടം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഇന്നത്തെ ആളുകൾ പലരും പറയുന്നുണ്ട്. പക്ഷെ അത് ഇന്ത്യയെ, നമ്മുടെ നാടിനെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ. ആ നശിപ്പിക്കുന്ന ആ ഒരു പ്രസ്ഥാനത്തെ ശക്തമായിട്ട് എതിർത്തത് ശ്രീനാരായണ ഗുരുവാണ്. നമ്മുടെ ഈ കേരളവും തമിഴ്നാടൊക്കെ ഉൾപ്പെടുന്ന ദ്രാവിഡ ദേശത്ത് ജാതി വ്യവസ്ഥ എന്നത് ജാതിഭേദമോ മതദ്വേഷമോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഉത്തരേന്ത്യയിൽ ഈ ചാതുർവർണ്ണത്തിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുന്ന ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളൊക്കെ രചിക്കപ്പെടുന്ന ഒരു സമയം, അത് ബുദ്ധമതത്തെ നിഷ്കാസനം ചെയ്യുന്നതിനുള്ള ഗൂഢതന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് ദ്രാവിഡ ദേശങ്ങളിൽ ജാതിഭേദമോ മതഭേദമോ ദ്വേഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ജീവചരിത്രകാരൻ സൂചിപ്പിക്കുകയാണ്. ഈ ദക്ഷിണേന്ത്യയിലെ, അതായത് നമ്മളുടെ ഈ ഒരു നാട്ടിലെ ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ ദേശങ്ങള് അന്ന് അറിയപ്പെട്ടിരുന്നത് തമിഴകം എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. തമിഴകം ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരുടെ കീഴിൽ 3 മേഖലകളായിട്ട് വിഭജിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ സാമൂഹികമായും സാംസ്കാരികമായിട്ട് ഈ ദ്രാവിഡ ജനതയ്ക്ക് തികഞ്ഞ ഒരു ഐക്യരൂപം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അവരുടെ ഒരു പൊതു ഭാഷയാണ് അവർക്കുണ്ടായിരുന്നത്, അത് തമിഴായിരുന്നു. ഈ ദ്രാവിഡ ദേശത്തെ ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരുടെ കീഴിലുള്ള ഈ തമിഴകത്തിന് ഒരു പൊതു ഭാഷയായിരുന്നു ഉണ്ടായിരുന്നത്, തമിഴ് ഭാഷയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തില്
നമ്മുടെ ഈ ഉത്തരേന്ത്യയിലെ ആര്യ ബ്രാഹ്മണ മേധാവിത്വത്തിൽ അമർന്നിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവിടെ ഈ ജാതി വ്യവസ്ഥയ്ക്ക് അതിശക്തമായിട്ട് നിലനിന്നിരുന്നു. ആ ഒരു സമയത്ത് സാമൂഹിക ഘടനയേക്കാൾ മെച്ചപ്പെട്ട ഒരു വ്യവസ്ഥിതിയാണ് തമിഴകത്തിനുണ്ടായിരുന്നത്. അതായത് തമിഴകത്ത് പൊതുവിലും തമിഴകത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലും അക്കാലത്ത് ഒരു ജാതി വ്യവസ്ഥ നിലനിന്നിട്ടേ ഇല്ല എന്നും കൂടെ ഇവിടെ ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ നമുക്കിങ്ങനെ നല്ലൊരു ഭൂതകാലം ഉണ്ടായിരുന്നുവെന്ന് ഈ ഒരടുത്ത കാലം വരെ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല എന്നും കൂടെ ഇവിടെ ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ദ്രാവിഡ സംസ്കാരം നമ്മുടെ നാട്ടിൽ തമിഴകം മുഴുവനായിട്ടും അതിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു സമയത്ത് ഇവിടെ ഒരു ജാതി ഇല്ലായ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ജാതി വ്യവസ്ഥ ഇവിടെ ഇല്ലായിരുന്നു. തൊഴിലിനെയും താമസ സ്ഥലത്തെയൊക്കെ ആസ്പദമാക്കി മാത്രമേ ചില വിഭജനങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ തീണ്ടലും തൊടിയിലും എന്നല്ല ജാതി ഭേദത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ഈ കേരളവും തമിഴ്നാടും എന്ന് ഇവിടെ ഇളംകുളം കുഞ്ഞൻപിള്ളയും കൂടെ അഭിപ്രായപ്പെടുന്നത് ഇവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒരു സംഘകാല കൃതികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകാം. ഈ ഒരു സംഘകാലത്തിന്റെ പ്രത്യേകതകളും കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഈ സംഘകാലത്ത് സമൂഹം സമുദായങ്ങളായും ജാതികളായും ഒക്കെ ഖണ്ഡിതമായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നില്ല. ഒരു വിഭജനം ഉണ്ടായിരുന്നില്ല. രൂക്ഷമായിട്ടുള്ള ജാതി വ്യത്യാസമോ സാമൂഹികമായിട്ടുള്ള വേർതിരിവോ ഒക്കെ ഇവിടെ അജ്ഞാതമായിരുന്നു. ജനങ്ങള് സാമൂഹികമായ സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലൊക്കെ ഒരു കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ സംഘകാലം എന്ന് പറയുന്നത്. അധ്വാനത്തിന്റെ അന്തസ്സായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്. ഈ അധ്വാനിക്കുന്ന ആളുകളെ എവിടെയും അന്ന് അംഗീകരിക്കപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ തൊഴിലിന്റെ നിലവാരം അനുസരിച്ച് ജനങ്ങളെ സാമൂഹികമായി താണവരെന്നോ ഉയർന്നവരെന്നോ ഒരിക്കലും അവർ ഈ സംഘകാലത്ത് തരംതിരിച്ചിരുന്നില്ല. ഈ പാണരുണ്ട്, കുറവരുണ്ട്, പറയർ, വേടർ തുടങ്ങിയ സമുദായങ്ങളെ രാജാക്കന്മാരും പ്രഭുക്കന്മാരൊക്കെ വളരെയധികം ബഹുമാനത്തോടു കൂടിയാണ് കണ്ടത്. ബഹുമാനപൂർവ്വമാണ് അവരെയൊക്കെ പരിഗണിച്ചിരുന്നത്. അതുപോലെ തന്നെ അവർക്കൊക്കെ പരിപൂർണമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് അവകാശം ഉണ്ടായിരുന്നു. അതായത് ഒരു സംഘകാലത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. സംഘകാല കൃതികളൊക്കെ വായിക്കാൻ നമുക്കതറിയാം. ആ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും ആരെയും വേർതിരിച്ചിരുന്നില്ല. ഈ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുന്ന ആളുകളൊക്കെ ബഹുമാനത്തോടു കൂടിയാണ് രാജാക്കന്മാർ പോലും പരിഗണിച്ചിരുന്നത്. അവർക്ക് വിദ്യ അഭ്യസിക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടായിരുന്നു എന്ന് ഇവിടെ ചേർത്ത് വയ്ക്കാണ്. ഇനി നമ്മുടെ കേരളത്തിൽ ഈ ജാതി ഭ്രാന്ത് കാലുകുത്തുന്നത് ആര്യ ബ്രാഹ്മണന്മാരോട് ഒപ്പമാണ്. 5-ാം ശതകം മുതൽ ഇവിടെ ചാതുർവർണ്ണയം പ്രചരിപ്പിക്കാനായിട്ട് ധാരാളം ബ്രാഹ്മണന്മാർ, അതായത് ആര്യ ബ്രാഹ്മണന്മാര് കേരളത്തിൽ എത്തിത്തുടങ്ങിയെന്ന് പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ള രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, ഈ കാലഘട്ടത്തിൽ കൃഷ്ണ ഗോദാവരി നദീതീരങ്ങളിൽ നിന്നും കേരളത്തിൽ വന്ന് ആധിപത്യവും ഉറപ്പിച്ച ബ്രാഹ്മണന്മാരാണ് ജാതി വ്യവസ്ഥയും അതിന്റെ നട്ടലായ ചാതുർവർണ്ണയവും പ്രചരിപ്പിച്ചത്. ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഇളംകുളം കുഞ്ഞൻപിള്ളയും പ്രൊഫസർ PS വേലായുധനും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ആര്യ ബ്രാഹ്മണന്മാരാണ് കേരളത്തിലേക്ക് ജാതി വ്യവസ്ഥ എന്ന് കൊണ്ടുവന്നത്. സംഘകാലത്തും ദ്രാവിഡ കാലഘട്ടത്തിലുമൊക്കെ ഇവിടെ ജാതി വ്യവസ്ഥ എന്നത് ഇല്ലായിരുന്നു. ജനങ്ങളെല്ലാവരും ഒരുപോലെ സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കൂടെ പറയുന്നത്. അതിനുശേഷം ആര്യ ബ്രാഹ്മണന്മാരുടെ വരവാണ് ജാതി വ്യവസ്ഥ ഇവിടെ സൃഷ്ടിക്കാനുണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ഒരു 8-ാം നൂറ്റാണ്ട് വരെ പഴയ ഗോത്ര ജനാധിപത്യം, അതായത് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഗോത്ര ജനാധിപത്യത്തിന്റെയും അതുപോലെ തന്നെ ബുദ്ധമത ദർശനമുണ്ട്. ബുദ്ധമതത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അവര് ചാതുർവർണ്ണയത്തെയൊക്കെ എതിർക്കുന്നവരാണ്. ഈ ജാതീയമായിട്ടുള്ള വേർതിരിവുകളിനെ തൊട്ടലും തീണ്ടലും അതിനെയൊക്കെ എതിർക്കുന്നവരാണ്. അങ്ങനെയുള്ള ബുദ്ധമത ദർശനങ്ങളുടെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ സമൂഹത്തിൽ സാവധാനം വളർന്നുകൊണ്ടിരുന്ന വർഗ വൈരുദ്ധ്യങ്ങളൊക്കെ മയപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതായത് ഇവിടെയുള്ള ജാതീയമായിട്ടുള്ള വേർതിരിവുകളിലൂടെ വളരുന്നുണ്ടായിരുന്നെങ്കിലും ഇവിടെയുള്ള ഗോത്ര ജനാധിപത്യവും ബുദ്ധമത ദർശനവും ഒക്കെ അതിനെയൊക്കെ പതിയെ തള്ളിക്കളഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് അത് ഈ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഈ ബുദ്ധമതത്തിനെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അത് ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. ബുദ്ധമതത്തിനെയൊക്കെ ഇവിടെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഈ ബുദ്ധമതം ചാതുർവർണ്ണയത്തിന്റെയും വൈദിക മേധാവിത്വത്തിന്റെയും ശത്രുക്കളായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് വൈദിക മേധാവിത്വത്തെ എതിർത്തിരുന്നു ബുദ്ധമതം. അതുപോലെ തന്നെ ചാതുർവർണ്ണയത്തെയും ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാസ് എന്നുള്ള വേർതിരിവിനെയും അവർ എതിർത്തിരുന്നു. അപ്പൊ അവരുടെ പ്രതിരോധം തകർത്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ എന്നതുപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിലും വൈദിക ബ്രാഹ്മണര് ആധിപത്യം സ്ഥാപിക്കുകയും ഇവിടെ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. ബുദ്ധമതം അത് തമിഴകത്തും മുഴുവനിലും അതുപോലെ തന്നെ കേരളത്തിൽ പ്രത്യേകിച്ചും ഇതൊരു ബുദ്ധമതം എന്ന് പറയുന്ന ഒരു പ്രബലമായിട്ടുള്ള നല്ല ശക്തിയുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ ജാതി വ്യവസ്ഥ ഇല്ലാതിരുന്നത്. പക്ഷെ പിന്നീട് ചേര രാജാക്കന്മാരുടെ പിന്മുറക്കാരായിട്ടുള്ള രാജാക്കന്മാരും സാമന്തന്മാരുടെ നാടുവാഴികളും ബുദ്ധമതക്കാരോടും ഈ ശൈവ വൈഷ്ണവ മതക്കാരോടും പ്രീതി കാണിക്കുകയും രണ്ടു കൂട്ടരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ 8-ാം നൂറ്റാണ്ട് മുതൽ ഈ സ്ഥിതിക്ക് മാറ്റം വരികയും ചെയ്യുന്നതായിട്ടും കൂടെ ഇവിടെ ജീവചരിത്രകാരൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ കേരളത്തില് ഇങ്ങനെ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഇല്ലാത്ത ഒരു നല്ലൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ തകരാനും
ഇവിടെ ഒരു ഫ്യൂഡൽ വ്യവസ്ഥ വളരാനും ഉണ്ടായിരുന്ന കാരണം എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഒരു ഫ്യൂഡൽ വ്യവസ്ഥ ഇവിടെ ആരംഭിച്ചത് എന്നാണ് തുടർന്ന് കുറച്ച് ഭാഗത്ത് പറയുന്നത്. അതായത് ഒരു 8-ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു നൂറ്റാണ്ട് കാലം നീണ്ടു നിന്ന ചേര ചോള യുദ്ധവും അതുപോലെ തന്നെ സഹ്യപർവ്വതത്തിനപ്പുറത്ത് നിന്ന് കേരളത്തിലേക്ക് കടന്നു വന്ന് കൊലയും കൊള്ളിവെപ്പും കവർച്ചയും നടത്തിയ മറവന്മാരുടെ തുടരെയുള്ള ആക്രമണവും ഈ കേരളത്തിൽ ഭയങ്കരമായിട്ടുള്ള അരാജകത്വം സൃഷ്ടിച്ചു. അതോടുകൂടി തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ വ്യവസ്ഥ തകർന്നു. മതരംഗത്ത് ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിന് അതിന് നേതൃത്വം വഹിച്ച ബ്രാഹ്മണന്മാർക്കൊക്കെ മുൻകൈ ലഭിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്ത് ബുദ്ധ ജൈന മത ദർശനങ്ങളൊക്കെ ആകെ തകർന്നു തരിപ്പണമായി ഈ ഒരു ആക്രമണത്തിൽ. അങ്ങനെ സമ്പത്തും രാഷ്ട്രീയ അധികാരവും ഒരു ന്യൂനപക്ഷത്തിന്റെ കുറച്ച് ആളുകളുടെ കൈകളിലേക്ക് അത് അമരുകയും അത് ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഒരു ആവിർഭാവമായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഒരു പ്രബലമായിട്ടുള്ള അടിത്തറ എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയായിരുന്നു. ജാതി വ്യവസ്ഥ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് പറയുന്നത്, അതായത് ജന്മി കുടിയാൻ വ്യവസ്ഥ ഇവിടെ നിലനിന്നിരുന്നത്. കാരണം ജാതിയിലെ മുതിർന്ന ജാതിയിലുള്ളവര് ജന്മിമാരാവുകയും താഴ്ന്ന ജാതിയിലുള്ളവരെ അവരുടെ കുടിയാന്മാരായിട്ട് അടിമകളായിട്ട് കരുതുകയും ചെയ്യുന്ന ജന്മി കുടിയാൻ വ്യവസ്ഥയും ഒക്കെ വന്നത് ഇങ്ങനെയാണ് എന്നും കൂടെ ഇവിടെ അദ്ദേഹം ഓർമ്മിച്ചെടുക്കുകയാണ്. ചാതുർവർണ്ണ്യം നമ്മൾ കണ്ടു, ഉത്തരേന്ത്യയിലാണ് ചാതുർവർണ്ണ്യം ഒക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ചാതുർവർണ്ണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത ഒരു ജാതി വ്യവസ്ഥയുടെ കൃത്യമായിട്ട് രൂപം കാണണമെങ്കിൽ അത് നമ്മുടെ കേരളത്തിലാണ് അത് കാണാൻ സാധിക്കുക എന്നും കൂടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ജാതി വ്യവസ്ഥ തകർന്നാൽ ജന്മിത്വവും നാടുവാഴിത്വവും തകർന്നു പോകുമെന്ന് ഈ ഭരണകർത്താക്കൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ജാതി വ്യവസ്ഥയുടെ സംരക്ഷണത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതായത് ജാതി വ്യവസ്ഥ ഇല്ലാതായി കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ജന്മത്വത്തിന് നിലനിൽപ്പതായിട്ട് മാറും. അതുപോലെ നാടുവാഴിത്വം, അതായത് ഇവിടെയുള്ള ഭരണകർത്താക്കൾക്ക് അധികാരം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ജാതി വ്യവസ്ഥയെ എന്നും സംരക്ഷിച്ച് പോരുകയും ചെയ്തിരുന്നു. കേരളത്തിലെ ഈ ഒരു ഫ്യൂഡൽ വ്യവസ്ഥയെ നമ്പൂതിരി മേധാവിത്വം എന്നും കൂടെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ഫ്യൂഡൽ വ്യവസ്ഥ നടപ്പിൽ വരുത്തുന്നതിൽ ചാണക്യന്റെ അർത്ഥശാസ്ത്രം എന്നുള്ള ഗ്രന്ഥം വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ പഴയ ഗോത്ര ജനാധിപത്യത്തെ തകർത്തിട്ട് രാജവാഴ്ച നടപ്പിൽ വരുത്തുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് അർത്ഥശാസ്ത്രത്തിന്റെ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഫ്യൂഡൽ വ്യവസ്ഥ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചാണക്യന്റെ അർത്ഥശാസ്ത്രം വലിയ പങ്ക് കൂടെ വഹിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി 12-ാം നൂറ്റാണ്ടിലെ കേരളത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഈ 12-ാം നൂറ്റാണ്ടായപ്പോഴേക്കും നമ്മുടെ കേരളത്തിലെ നമ്പൂതിരിമാര് സർവശക്തരും സർവ അധികാരികളായിട്ട് മാറുകയാണ്. അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കൊക്കെ അവര് മതത്തിന്റെ പരിരക്ഷണം നൽകി. അതായത് മതത്തിന്റെ മറ പിടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയൊക്കെ അവര് പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ കേരളത്തിന്റെ ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടുള്ള മേഖലകളെ ആകെ ഈ നമ്പൂതിരിമാര് കൈയടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അക്കാലത്ത് ഈ നമ്മുടെ നാട് വാണിരുന്ന ഈ കേരളത്തിലെ നാട്ടുരാജ്യങ്ങളൊക്കെ വാണിരുന്ന രാജാക്കന്മാർ പോലും ഈ നമ്പൂതിരിമാരുടെ യജമാനത്വം അംഗീകരിക്കാനായിട്ട് അവർ നിർബന്ധിതരായിരുന്നു. കാരണം അത്രമാത്രം പവർ ഉണ്ടായിരുന്നു അവർക്ക്. ജാതീയമായിട്ടുള്ള രീതിയിൽ ആളുകളെ വേർതിരിച്ചുകൊണ്ട് ഈ അധികാരം പ്രയോഗിച്ചുകൊണ്ട് നമ്പൂതിരിമാർക്ക് അത്രയ്ക്കും ശക്തി ഉണ്ടായിരുന്നു. അവരാണ് ഇവിടെ ഇങ്ങനെ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ 12-ാം നൂറ്റാണ്ടിൽ ശക്തമായിട്ട് കൊണ്ടുവരികയും ചെയ്തിരുന്ന ആളുകൾ. ആ ഒരു കാലഘട്ടത്തിലെ പല ദുരന്തങ്ങളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും കൂടെ തുടർന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു നൂറ്റാണ്ടിലാണ്, ഈ 12-ാം നൂറ്റാണ്ടിലൊക്കെയാണ് കേരളീയ നൂറ്റാണ്ടുകളിൽ ഈ 12-ാം നൂറ്റാണ്ടുകളിലൊക്കെ കേരളീയരുടെ മുഖ്യ തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. സവർണരായിട്ടുള്ള ആളുകളായിരുന്നു മുഴുവൻ ഭൂ ഉടമകളും. അതായത് സവർണരെന്ന് വെച്ചാൽ നമുക്കറിയാം ഉയർന്ന ജാതിയിലുള്ളവർ, അവരായിരുന്നു ഭൂ ഉടമകൾ. അവർണര് അവിടെയുള്ള തൊഴിലാളികൾ മാത്രമായിരുന്നു. ഇനി നമ്പൂതിരിമാരുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്പൂതിരിമാര് രാജാക്കന്മാർക്ക് മീതെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടം പോലെ ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ രാജാക്കന്മാർക്ക് മീതെ ആയിരുന്നുകൊണ്ട് അവരുടെ ഭൂസ്വത്തുക്കളിൽ മേലെ ഒരിക്കലും നികുതി ഏർപ്പെടുത്തിയിരുന്നില്ല. രാജാക്കന്മാര് നികുതി പിരിച്ചിരുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മേലെ പ്രത്യേകിച്ചും താണജാതിക്കാരുടെ മേലെ അനേകം നികുതികൾ ചുമത്തുകയും കരം ഈടാക്കുകയും ചെയ്തുകൊണ്ട് അവര് നികുതി പിരിച്ചു. അങ്ങനെ നികുതി കിട്ടിയിട്ടില്ലെങ്കിൽ പല മർദ്ദന മുറകളും ഏർപ്പെടുത്തിക്കൊണ്ട് നികുതി പിരിക്കാനായിട്ട് അവര് മുന്നോട്ട് വരികയും ചെയ്തു. ഇങ്ങനെ സാധാരണക്കാരായ ആളുകളെ ഒത്തിരിയധികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയും കൂടി അന്നുണ്ടായിരുന്നു. ഇനി ഈ നമ്മുടെ നാട്ടിലുള്ള അയിത്ത ആചാരങ്ങള്, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള താഴ്ന്ന ജാതിയിലുള്ള ആളുകളൊക്കെ അനുഭവിച്ചിരുന്നത് ഒരു മൈനോറിറ്റി വിഭാഗത്തിൽ മാത്രമല്ല, ന്യൂനപക്ഷ വിഭാഗത്തിൽ മാത്രമായിട്ടുണ്ടായിരുന്ന ബ്രാഹ്മണന്മാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ സ്വത്ത് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് പാവപ്പെട്ടവരായിട്ടുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ അയിത്തങ്ങൾക്കും തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മയ്ക്കൊക്കെ ഇരയാകാൻ വേണ്ടി വന്നത് എന്ന് മന്നത്ത് പത്മനാഭനും ഇവിടെ കുറിച്ചു വെക്കുന്നതായിട്ട് നമ്മുടെ ജീവചരിത്രകാരൻ ഇവിടെ രേഖപ്പെടുത്തിയും വെക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകള് അവര് അവർണരായിട്ടുള്ള ആളുകള് അവര്
പലപ്പോഴും എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന, സമൂഹത്തിലെ ഒന്നിനും അധികാരമോ അവകാശമോ ഇല്ലാത്തവരായിട്ട് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ കൂടെ ഇവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. നമ്മുടെ ഈ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വൈകൃതങ്ങളെ പറ്റി, അതിന്റെ അനീതിയെ പറ്റിയൊക്കെ ഒരു പാശ്ചാത്യ നിരീക്ഷകനായിട്ടുള്ള റവറന്റ് മെറ്റിയർ എഴുതുന്നതിനെ കുറിച്ചും കൂടി ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതിങ്ങനെയാണ്: താണജാതിക്കാർക്ക് പൊതുനിരത്തുകളിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഒരു നായരെ അയിത്തമാക്കുന്ന അവർണ്ണനെ ഉടനെ തന്നെ വെട്ടിനുറുക്കും. അതുപോലെ തന്നെ ചെരുപ്പ്, കുട, വിശേഷ വസ്ത്രങ്ങൾ, വിലപ്പെട്ട ആഭരണങ്ങൾ എന്നിവ അവർക്ക്, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. ഉയർന്ന സമുദായക്കാരെ കാണുമ്പോൾ മാറുമറയ്ക്കുന്ന വസ്ത്രം എടുത്തു മാറ്റാൻ സ്ത്രീകൾ ആദരവ് പ്രകടിപ്പിച്ചിരുന്നത്. അതായത് ഇവിടുത്തെ ഒരു മോശമായിട്ടുള്ള ഒരു ജാതി വ്യവസ്ഥയാണ് ഇവിടെ ഇദ്ദേഹം ഇത് തുറന്നു കാട്ടുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഈ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം ഒരു നിശ്ചലാവസ്ഥയിലേക്ക് മാറിപ്പോയിരുന്നു. ഇങ്ങനെ കേരളീയ ജീവിതത്തിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിന് മുൻകൈ എടുത്തവരാണ് ക്രൈസ്തവ മിഷണറിമാർ. ഇവിടെ മിഷണറിമാരായിട്ട് കടന്നു വന്ന ആളുകളാണ് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുകയും ചെയ്ത പ്രധാനപ്പെട്ട ആളുകൾ. ഇവിടെ വന്ന ക്രൈസ്തവ മിഷണറിമാര് അവർ ക്രിസ്തുമതം പ്രചരിപ്പിച്ചു. ആ ക്രിസ്തുമതം പ്രചരിപ്പിച്ചതിനോടൊപ്പം തന്നെ താഴ്ജാതിക്കാര് ഹിന്ദുമതം ഉപേക്ഷിക്കുകയും ചെയ്തു. അവര് ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിച്ചു. ഈ മതം സ്വീകരിക്കുന്നതോടുകൂടി തന്നെ അവർക്ക് മുമ്പ് കൽപ്പിച്ചിരുന്ന അവശതകളും അനീതികളും ഒക്കെ അവസാനിക്കുകയായിരുന്നു. കാരണം അവര് ഹിന്ദുമതത്തിൽ മാറി വേറൊരു മതത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ അയിത്തവും അനാചാരങ്ങളും ഇല്ലാതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ മാനുഷിക ആവശ്യങ്ങൾ നേടുന്നതിന് മിഷണറിമാര് അവരുടെ കൂടെ, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ കൂടെ തന്നെ നിലയുറപ്പിച്ചിരുന്നു. അപ്പൊ അവര് മതപരിവർത്തനം ചെയ്ത താണജാതിക്കാരുടെ ഇടയിൽ മിഷണറിമാര് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചു. ഇത് മറ്റ് സകല എല്ലാത്തിനേക്കാളും അവരുടെ നില മെച്ചപ്പെടുത്തുന്ന ഒരു വഴിയൊരുക്കുകയും ചെയ്തു. എന്നാൽ മതപരിവർത്തനം ചെയ്തവരുടെ നില മെച്ചപ്പെടുത്തൽ മാത്രം മിഷണറിമാര് ശ്രദ്ധ ഒതുക്കി നിർത്തിയില്ല. അവര് ഇവിടെയുള്ള അടിമത്തം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു പ്രക്ഷോഭണം ആരംഭിക്കുകയും ചെയ്തു. ഇങ്ങനെ 1848 ഇത് സംബന്ധിച്ച് ഗവൺമെന്റിന് ഒരു മെമ്മോറിയൽ സമർപ്പിക്കുകയും ബ്രിട്ടീഷ് ഗവൺമെന്റ് പിന്തുടരുന്ന വിവിധ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇവരുടെ മിഷണറിമാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് മഹാരാജാവ് AD 1852 അതായത് മലയാള മാസം 1029 കന്നി 30 സർക്കാർ വക അടിമകളെ മോചിപ്പിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചു. ഇതിനെ തുടർന്നിട്ട് AD 1855 അതായത് 1030 കൊല്ലവർഷം 1030 മിഥുനം 12 സംസ്ഥാനത്തെ അടിമ സമ്പ്രദായം അവസാനിപ്പിച്ചുകൊണ്ടുള്ള വിളംബരം ഉണ്ടാവുകയും അതോടെ എല്ലാ അടിമകളും സ്വതന്ത്രരാവുകയും അവരുടെ നില മെച്ചപ്പെടാനും തുടങ്ങി. ഇങ്ങനെ ക്രൈസ്തവ മിഷണറിമാര് ഇങ്ങനെയുള്ള ഈ ജാതീയമായിട്ടുള്ള വേർതിരിവുകളുടെയും ഐക്യത്തിന്റെയും അടിമത്തത്തിന്റെയും ഒക്കെ മാറ്റപ്പെടാൻ വേണ്ടിയിട്ട്, അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അധ്വാനിക്കുകയും അതിൽ വിജയം വരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ മിഷണറിമാർ സൃഷ്ടിച്ച ഈ ഒരു പുതിയ ഒരു അന്തരീക്ഷമുണ്ട്. അതിന്റെ ഫലമായിട്ട് 1860കളിലെ പല പരിഷ്കാരങ്ങളും ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് തിരുവിതാംകൂർ സർക്കാർ നിർബന്ധിതരായി. അപ്പൊ അങ്ങനെ ആ സമയത്തുള്ള റാവുവിന്റെ സർക്കാർ എല്ലാ ജാതിക്കാർക്കും മേൽമുണ്ട് ധരിക്കാനും ആഭരണങ്ങൾ അണിയാനുമുള്ള അവകാശം അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ പടിപടിയായിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കേരളത്തിൽ നിലനിന്ന ജാതി വ്യവസ്ഥയിൽ സവർണർക്കും അധകൃതർക്കും, അതായത് ഉയർന്ന ജാതിക്കാർക്കും താഴ്ന്ന ജാതിക്കാർക്കും നടുക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഈഴവരുടെ സ്ഥാനം. അതായത് ഈഴവരെ കുറിച്ചാണ് ഞാൻ കൂടുതലും പറയുന്നത്. ഈഴവരുടെ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ ഈ ബുദ്ധമതം ക്ഷയിക്കുകയും ബ്രാഹ്മണ മേധാവിത്വം ശക്തിപ്പെടുത്തുകയും ചെയ്ത ശേഷവും ഇവിടെ നമ്മുടെ നാട്ടിൽ ബുദ്ധമത വിശ്വാസികളായിട്ട് തുടർന്നവരാണ് പിൽക്കാലത്ത് ഈഴവരായിട്ട് തീർന്നതെന്നും അതിനിമിത്തമാണ് അവര് അവർണരായിട്ട് പുറന്തള്ളപ്പെട്ടതെന്നും ചരിത്രകാരന്മാർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കേരളത്തെ അപരിഷ്കൃതത്തിൽ നിന്നും പരിഷ്കൃതത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധമതം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കൂടെ നമ്മുടെ ഈ ജീവചരിത്ര കർത്താവ് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഈ കേരളത്തിൽ ഒരു സ്ഥിരമായിട്ടൊരു കൃഷി സമ്പ്രദായം ആരംഭിച്ചതും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിലും ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ പുരോഗതി ഉണ്ടാക്കിയതും ഈ ബുദ്ധമതത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇവിടെ ഉണ്ടായിരുന്ന ബുദ്ധമതത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇങ്ങനെ പിന്നീട് ഈ ബുദ്ധമതത്തിന്റെ അനുയായികൾ എന്ന് പറഞ്ഞ് ഇവിടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈഴവര് പണ്ട് മുതൽ തന്നെ കൃഷിക്കാരും അതുപോലെ തന്നെ കൈത്തൊഴിലുകാരും ഒക്കെ ആയിരുന്നു. അവര് വൈദ്യം, ജ്യോത്സ്യം മുതലായ ബുദ്ധിപരമായിട്ട് തൊഴിലുകളിലൊക്കെ അവര് തൽപരരായിരുന്നു എന്നും കൂടെ ഇവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇങ്ങനെ ഈഴവര് സാംസ്കാരികമായിട്ട് നശിച്ചു പോകാതിരുന്നത് അവരുടെ ബുദ്ധമത പാരമ്പര്യം കൊണ്ടായിരിക്കണം എന്നും കൂടെ നമ്മൾ ഓർമ്മിക്കണം. കാരണം അവർക്കൊരു ബുദ്ധമതത്തിന്റെ പാരമ്പര്യമുണ്ട്. അതുകൊണ്ടാണ് അവര് നശിച്ചു പോകാതെ നിലനിൽക്കുന്നത് എന്നും കൂടെ നമ്മൾ ഓർമ്മിക്കുക. ഇങ്ങനെ ഈ കേരളത്തിൽ മാറ്റം വന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ജനസംഖ്യയിൽ കൂടുതൽ ഈഴവരുള്ള പ്രദേശങ്ങളിലൊക്കെ ഈഴവര്
അയിത്ത ആചാരങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് നിയമലംഘനങ്ങളൊക്കെ നടത്തി. അവർ ക്ഷേത്രങ്ങളിലും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്ന വഴികളിലുമൊക്കെ പ്രവേശിക്കുകയും അമ്പലക്കുളങ്ങൾ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതിൻ്റെയൊക്കെ ഫലമായിട്ട് തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങളൊക്കെ ഒറ്റപ്പെട്ട അനേക സംഘടനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് അവകാശ സമ്പാദനത്തിന് വേണ്ടിയിട്ട് പല വീരസാഹസികരായിട്ടുള്ള മനുഷ്യന്മാർ കേരളത്തിൽ മുന്നോട്ട് വരുന്നത്. അപ്പൊ അതിൽ ഏറെ പ്രധാനപ്പെട്ടവരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്നുള്ള മനുഷ്യരെന്നും കൂടെ, അദ്ദേഹത്തെക്കുറിച്ചും കൂടെ നമ്മൾ ഓർത്തിരിക്കുക. പിന്നെ ശ്രീനാരായണ ഗുരു രംഗത്ത് വന്നതോടുകൂടിയാണ് ഈഴവരുടെ സ്വാതന്ത്ര്യ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക്, ഒരു പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതെന്നും കൂടെ നമ്മൾ ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് അരുവിപ്പുറത്തുള്ള ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഇങ്ങനെ അദ്ദേഹം അരുവിപ്പുറത്ത് നടത്തിയ ഈ പ്രതിഷ്ഠ ബ്രാഹ്മണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ആ സംവിധാനത്തോടുള്ള നിശബ്ദമായിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് അദ്ദേഹം ആ ശിവപ്രതിഷ്ഠ നടത്തിയത്. ഈ വെല്ലുവിളിക്ക് ഒരു പ്രായോഗികവും സംഘടിതവുമായിട്ട് രൂപം നൽകിയത് 1903 SNDP യോഗം സ്ഥാപിച്ചതോടുകൂടിയാണെന്നും കൂടെ നമ്മൾ ഓർത്തിരിക്കുക. ഈ യോഗത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ, SNDP യോഗത്തിന്റെ ആദ്യകാലത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സാമൂഹിക പരിഷ്കരണമായിരുന്നു. സാമൂഹികമായിട്ടുള്ള പരിഷ്കരണത്തിലാണ് അവർ ആദ്യ കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുകയും ചെയ്തിരുന്നത്. ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ജാതീയമായിട്ട് ഒത്തിരിയേറെ അയിത്തങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്നു. അപ്പൊ അതിന് തുടർക്കഥ എന്ന വണ്ണം ഇങ്ങനെ വൈക്കത്തും ഇതിന്റെ അലയൊലികൾ ഉണ്ടായപ്പോൾ, ഇങ്ങനെ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്താണ് R. ശങ്കർ തിരുവനന്തപുരത്ത് കോളേജ് വിദ്യാഭ്യാസം നടത്താൻ വേണ്ടിയിട്ട് വരികയും ചെയ്തിരുന്നത്. ഇങ്ങനെ ഈ ശങ്കർ രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രകടമായിട്ടുള്ള താല്പര്യം കാണിച്ചു തുടങ്ങിയത് പിന്നീടാണ്, നിയമബിരുദമൊക്കെ എടുത്തതിന് ശേഷമാണെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പം ഈ ക്ലാസ് നന്നായിട്ട് കേൾക്കുക, പാഠഭാഗം നന്നായിട്ട് വായിക്കുകയും ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.